പത്തനംതിട്ട അനാഥാലയത്തിൽ നടന്ന ഒരു സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയാണ്. ജീവമാതാ കരുണാലയം എന്ന അനാഥാലയത്തിൽ നടന്ന സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ച ചെയ്യുന്നത്. ശിശുക്ഷേമ സമിതി അതിൻ്റെ കേസ് എടുത്തിട്ടുണ്ട്. ചൈൽഡ് ലൈൻ അതിൽ അന്വേഷണം നടത്തുന്നുണ്ട്. പോലീസിൽ പരാതി ചെന്നിട്ടുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ആ അനാഥാലയത്തിൽ നിന്ന് പുറത്തുവരുന്നത്. ഈ അനാഥാലയത്തിൽ ജീവമാതാ കരുണാലയം എന്ന് പറയുന്ന ആ അനാഥാലയത്തിൽ ഓൾഡ് ഏജ് ഹോമുമുണ്ട്, ചൈൽഡ് ഹോമുമുണ്ട്. ഇപ്പൊ ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് ഒരു പെൺകുട്ടി 17 വയസ്സാകുമ്പോഴേ ഗർഭിണിയാകുന്നു. പിന്നീട് ഈ അനാഥാലയത്തിന്റെ തന്നെ ഉടമയുടെ മകൻ ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിച്ച് 7-ാം മാസം ഈ പെൺകുട്ടി പ്രസവിക്കുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടിക്ക് പൂർണ്ണ വളർച്ചയെത്തിയ കുട്ടി, അതായത് 9-ാം മാസം തികഞ്ഞ് പ്രസവിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാവേണ്ട എല്ലാ ആരോഗ്യ ഗുണങ്ങളും കൂടിയാണ് ആ പൈതൽ ഭൂമിയിലേക്ക് വന്നത് എന്നാണ് ഈ കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർമാർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്. കേസ് ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് ശേഷം, അതായത് ഈ കുട്ടിയെ വിളിച്ച് കുട്ടിയോട് ചോദിച്ചപ്പോൾ താൻ അതിനു മുന്നേ അല്ല ഗർഭിണിയായത്, താൻ കല്യാണത്തിന് ശേഷം തന്നെയാണെന്ന് ആ പെൺകുട്ടി പറയുന്നു. പിന്നീട് പോലീസിന് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി അന്വേഷിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഈ നടത്തിപ്പുകാർക്കും ഈ കുട്ടിയുടെ ഭർത്താവിനെതിരെയും കേസെടുക്കാൻ കഴിയൂ. കാരണം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈ അനാഥാലയം എന്ന് പറയുന്നത് ആരും ഇല്ലാത്തവർ വന്നു നിൽക്കുന്ന അനാഥാലയമല്ല. അച്ഛനും അമ്മയും കാണും, അല്ലെങ്കിൽ അച്ഛൻ നഷ്ടപ്പെട്ട അമ്മ കാണും, അല്ലെങ്കിൽ അമ്മ നഷ്ടപ്പെട്ട അച്ഛൻ ഉണ്ടാവും. പക്ഷേ നോക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഇവർക്ക് ആർക്കും ഉണ്ടാകില്ല. അങ്ങനെ ഇവർ കൊണ്ടുവന്നാക്കുന്നതാണ് ഈ കുഞ്ഞുങ്ങളെ അവിടെ. പലതും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളായിരിക്കും. അപ്പൊ ഇവർ പഠിപ്പിക്കും. അതിന് ഇത് സർക്കാർ അംഗീകൃതമല്ലാത്തത് കൊണ്ട് പല ആളുകളിൽ നിന്ന് സ്പോൺസർഷിപ്പ്, അതായത് ആഹാരം സ്പോൺസർ ചെയ്യുന്നവരുണ്ടാവാം, പഠിത്തം സ്പോൺസർ ചെയ്യുന്നുണ്ടാവാം. അങ്ങനെ സ്പോൺസർമാരുടെ ഇതിലാണ് ഇവർ ഈ അനാഥാലയം നടത്തിക്കൊണ്ടുവരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ നടത്തിപ്പുകാരിക്കെതിരെ ഒരുപാട് ജെന്യുവൻ അല്ലാത്ത കാര്യങ്ങളൊക്കെ ഇപ്പൊ പലരുടെ വോയിസുകൾ പലതും ഒക്കെ പുറത്തു വിടുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇതിൻ്റെ അകത്ത് നിന്നവർ ഇതിനു മുൻപ് ഇക്കാര്യങ്ങൾ പുറത്തു പറഞ്ഞില്ല എന്നൊരു വലിയ ചോദ്യം അവിടെ ഉണ്ട്. ഈ അനാഥാലയത്തിൽ ഇത്തരം കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത് വരെ കാത്തു നിൽക്കാതെ നിങ്ങൾ അതിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ ശിശുക്ഷേമ സമിതിയും ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട്. ആ അനാഥാലയം പൂട്ടണമെന്നാണ് പലരും പറയുന്നത്. അതിന്റെ പ്രവർത്തനം ശരിയായ രീതിയിലല്ല, അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ശരിയായ രീതിയിലല്ല എന്നൊക്കെയാണ് പറയുന്നത്. കേരളത്തിലെ കുറേ അനാഥാലയങ്ങൾ എടുത്തു നോക്കിയാൽ ആരും നോക്കാനില്ലാത്ത ചിൽഡ്രൻസ് ഹോമോ അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമോ ഒക്കെ എടുത്തു നോക്കി നമുക്ക് കാണാൻ കഴിയും. അവിടെ നടക്കുന്നതൊക്കെ ഒന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നും ആയിരിക്കില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പൊ ഇവരെ തെറ്റ് ചെയ്തിട്ടുണ്ടാകാം. അവർ ഈ പെൺകുട്ടിയെ 17 വയസ്സിലെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകാം. അതിനുശേഷം ഈ അമ്മയുടെ അല്ലെങ്കിൽ പുറത്തിറങ്ങിയാൽ അത് വലിയ പ്രശ്നമാകുമെന്ന് കരുതിയായിരിക്കും ഈ ചെറുപ്പക്കാരനെ പെൺകുട്ടി കല്യാണം കഴിച്ചത്. അതൊക്കെ ശരിയാണ്. പക്ഷെ കുറെ പേര് നോക്കാൻ അവർ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, നമ്മൾ ഒരിക്കലും അംഗീകരിക്കാതിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അവരുടെ ഭാഗത്ത് തെറ്റുണ്ടാകാം, അതും ഇതുവരെ തെളിഞ്ഞിട്ടില്ല. അവരെ ഇപ്പൊ കല്യാണം കഴിച്ച ആളുടെ ഗുണ്ടയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിലും നമുക്ക് തെളിവില്ല. ചിലർ വോയിസുകൾ ഇട്ട് ഇങ്ങനെ കാണിക്കുന്നു, ചിലർ കുറെ കാര്യങ്ങൾ കാണിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളാരും ഒരാളെ പോലും നമ്മളാരും 5 പൈസ കൊടുത്ത് സഹായിക്കുകയോ നോക്കുകയോ ചെയ്യുന്നില്ല. അപ്പോ അങ്ങനെ നമ്മളെ നാട്ടുകാരെ മുഴുവൻ തെറിയും വിളിച്ച് അവരുടെ അച്ഛനും അമ്മയ്ക്കും വിളിച്ച് നമ്മൾ യൂട്യൂബിൽ കയറിയിരുന്ന് കുറേ കണ്ടന്റിന് വേണ്ടി കുറേ കാര്യങ്ങൾ ഉണ്ടാക്കി കുറേ പണം വാങ്ങി ഇവരെയൊക്കെ പറയുന്നതിന് പണം കിട്ടും. യൂട്യൂബേഴ്സ് കൊടുക്കും. യൂട്യൂബേഴ്സ് ഞാൻ ഉദ്ദേശിച്ചത് യൂട്യൂബ് കൊടുക്കും. ഓരോ കണ്ടന്റിന് യൂട്യൂബ് വ്യൂസ് അനുസരിച്ച് പണം കൊടുക്കും. അതിൻ്റെ അകത്ത് പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എങ്കിൽ, അതിൻ്റെ അടുത്ത് വയസ്സായവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എങ്കിൽ, പീഡനം എന്ന് പറയുന്നത് ശാരീരികമായ പീഡനം മാനസികമായ പീഡനം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. അങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അന്വേഷണ വിധേയമാക്കണം, അന്വേഷിച്ച് അത് കൃത്യമായി കണ്ടെത്തണം. അങ്ങനെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് അനാഥാലയങ്ങളിൽ പീഡിപ്പിക്കപ്പെടാനേ പാടില്ല എന്നുള്ളതാണ്. ആ പെൺകുട്ടിക്ക് പരാതിയില്ല എങ്കിൽ, ഇപ്പൊ പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ്, ആ പെൺകുട്ടിക്ക് പരാതിയില്ലെങ്കിൽ കേസ് ഏതൊക്കെ രീതിയിൽ പോകുമെന്നുള്ളത് കൃത്യമാണ്. ഇനി ഈ അനാഥാലയവുമായി ബന്ധപ്പെട്ട്
അവർ ഒരുപാട് വർഷമായി എനിക്ക് തോന്നുന്നൊരു 4-5 വർഷത്തിനപ്പുറം എന്തായാലും ഇവർ ഈ അനാഥാലയം നടത്തുന്നുണ്ടാകാം. ഈ 4-5 വർഷമില്ലാത്ത പരാതി പെട്ടെന്ന് ഒരു ദിവസം പൊട്ടിമുളയ്ക്കുന്നു. പെട്ടെന്ന് ഒരു ദിവസം അതിൻ്റെ അകത്ത് നിന്ന് പോകുന്നവരൊക്കെ പല യൂട്യൂബേഴ്സിന് വോയിസ് അയച്ചു കൊടുക്കുന്നു. അതിനുശേഷം പിന്നെ ഇവർക്കെതിരെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായി അല്ലെങ്കിൽ കൂടുതൽ യൂട്യൂബേഴ്സൊക്കെ എടുത്തു വെച്ച് ഇവരെ അലക്കി ഒരു പരുവമാക്കുന്നു. ഇവർക്ക് പറയാനുള്ളത് അവർ കൃത്യമായി വന്ന് അവരുടെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ ഇവരുടെ ഭാഗത്തുമല്ല, ഇവരെ തെറി വിളിക്കുന്ന യൂട്യൂബേഴ്സിന്റെ ഭാഗത്തുമല്ല. നമ്മൾ വാർത്താ മാധ്യമങ്ങളാണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം എടുത്തു ചാടി ഇങ്ങനെ വല്ലവരും എവിടെയെങ്കിലും ഇരുന്ന് അയക്കുന്ന വോയിസുകളോ മെസ്സേജുകളോ എടുത്തു ചാടി വെച്ചിട്ട് നമുക്ക് വാർത്ത എടുക്കാൻ കഴിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അന്വേഷിക്കണം. കൃത്യമായി അന്വേഷിച്ച് അതിൽ എന്തെങ്കിലും കഴമ്പുണ്ട് എന്ന് നമുക്ക് മനസ്സിലായാൽ മാത്രമേ നമ്മൾ ആ വാർത്ത ചെയ്യൂ. ഇപ്പോൾ ഇത് ജെന്യുവിനായ ഒന്ന് രണ്ട് പേർ ഈ വാർത്ത ചെയ്യുന്നത് കണ്ടു. ഇതുമായി ബന്ധപ്പെട്ട വിഷയം അവതരിപ്പിക്കുന്നത് കണ്ടു. ഇത് വാർത്തയായിട്ടല്ല, ഇത് സമൂഹത്തെ നേരിടുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് അത്തരത്തിൽ ചില പ്രശ്നങ്ങൾ ഇത്തരത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ഇത്തരം വാർത്തകൾ വന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഈ അനാഥാലയത്തിൽ മാത്രമല്ല, ഏതൊക്കെ അനാഥാലയങ്ങളിൽ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും വയസ്സായവരായാലും ഒക്കെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അത് അന്വേഷണ വിധേയമാക്കണം. അവർക്കാരും ചോദിക്കാനും പറയാനും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ എന്തും ചെയ്യാമെന്നുള്ള മോഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? അതിനൊരു അന്വേഷണ ഉദ്യോഗസ്ഥനെ വെച്ച് അവിടെ താമസിക്കുന്നവരുടെ മൊഴി അത് കൃത്യമായി എടുത്ത് അവർക്ക് പറയാനുള്ളത് കേട്ട് അതിനുശേഷം കൃത്യമായ കാര്യങ്ങൾ പുറത്തുവിടും. ഇനി ഈ ചെക്കൻ ഈ പെൺകുട്ടിയെ നേരത്തെ പീഡിപ്പിച്ചു എന്ന് 17 വയസ്സിൽ പീഡിപ്പിച്ചു എന്ന് പറയുകയാണ്. 18 വയസ്സിൽ അവൻ കല്യാണം കഴിച്ചു. അവൾക്ക് പരാതിയില്ലെങ്കിൽ നാട്ടുകാർക്ക് എന്താണ് പ്രശ്നമെന്ന് അവൾ ചോദിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ പോലീസിനും അതിൻ്റെതായ ലിമിറ്റ് ഉണ്ട്. ചില കാര്യങ്ങളിൽ കേസെടുക്കാൻ ചിലപ്പോൾ സ്വമേധയാ കേസെടുക്കാൻ കഴിയുമായിരിക്കാം. ആ പെൺകുട്ടി ഇപ്പോൾ ഈ ചെക്കനുമായി സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. അവർക്കിപ്പോൾ ഒരു കുഞ്ഞുണ്ടായി. ആ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെങ്കിൽ ആ പെൺകുട്ടി ഒരിക്കലും തൻ്റെ ഭർത്താവ് തെറ്റുകാരനാണെന്ന് പറയാൻ ആ പെൺകുട്ടി തയ്യാറാകില്ല. ആ പെൺകുട്ടിയുടെ കയ്യിലാണ് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. ആ പെൺകുട്ടി പറയാൻ തയ്യാറായില്ലെങ്കിൽ ഈ കിടന്ന് ഘോര വിളിക്കുന്നവരൊക്കെ നാണം കെട്ട് നാറത്തില്ലേ? ഈ പറയുന്ന ആർക്കും ഇവരെ പറയാനുള്ള യോഗ്യതയില്ല. ഇപ്പൊ ഞാൻ ഉൾപ്പെടെ ആരും 100% പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും എല്ലാവരുടേതായ കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്, തെറ്റുകളുണ്ട് ഒക്കെ ഉള്ളവരാണ് എല്ലാവരും. ആരെയും വിമർശിക്കാനുള്ള അവകാശമില്ല. ആർക്കും ആരെയും തെറിവിളിക്കാനുള്ള അവകാശമില്ല. ആർക്കും ആരെയും വിമർശിക്കാനുള്ള അവകാശമില്ല. ആരുടെയും സ്വകാര്യതയിൽ പോയി കൈകടത്താൻ അവകാശമില്ല. ആരെയും അപമാനിക്കാൻ അവകാശമില്ല. ഇതൊക്കെ നിലനിൽക്കുമ്പോഴും പലരും അത്തരത്തിൽ കാണിക്കുന്നു എന്നുള്ളതാണ്. ഈ കാര്യം ചർച്ച ചെയ്യുന്ന ഒരു സ്ത്രീ, അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് അവരെ പേര് പറയാൻ കൂടെ താല്പര്യമില്ല. ആ സ്ത്രീ ഞാനൊരു വാർത്ത ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് അവരുടെ രാഷ്ട്രീയത്തിൽ തൊട്ടു, അവർ രാഷ്ട്രീയക്കാരിയൊന്നുമല്ല, പക്ഷെ അവർക്ക് ഞാൻ ചെയ്ത വാർത്തയിലെ ആളുകളെ വലിയ താല്പര്യമാണ്. കാരണം അവരുടെ ഒരു രാഷ്ട്രീയം ചുറ്റുപാട് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനുവേണ്ടി അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ സത്യത്തിൽ ഒരുപാട് പേർ എന്നോട് പറഞ്ഞു കൊണ്ടുപോയി പരാതി കൊടുക്കുക, ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിൽ അപമാനിച്ചില്ലേ, അപ്പോൾ കൊണ്ടുപോയി പരാതി കൊടുക്കാനൊക്കെ പറഞ്ഞ് ഒരുപാട് പേർ നിർബന്ധിച്ചു. ഒരുപാട് ആളുകൾ നമുക്ക് ഈ മാധ്യമ പ്രവർത്തക രംഗത്തായിട്ട് പോലീസിലും ഒക്കെ അത്യാവശ്യം നമുക്ക് ആളുകളെ അറിയാം. അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഒരു പരാതി തന്നാൽ മതി എന്നൊക്കെ പറയും. അപ്പം ഞാൻ വിചാരിച്ചു എന്തിനു പരാതി കൊടുക്കണം? ഞാൻ പരാതി കൊടുത്ത് അതിനെ ഒരു കണ്ടന്റ് ആക്കിയിട്ട് ഇവർ അതിൽ നിന്ന് വീണ്ടും വ്യൂസ് ഉണ്ടാക്കും, അതിൽ നിന്ന് വീണ്ടും പണം ഉണ്ടാക്കും. അതിലും നല്ലത് നമ്മൾക്ക് താരം അയച്ചു തന്നു, നമ്മളത് കണ്ടു, അവിടെ നിർത്തി. ഈ മൗന വിദ്വാനുഭൂഷണം എന്ന് പറയുന്നത് പോലെ ഇവർക്കൊക്കെ മറുപടി കൊടുക്കാൻ പോയാൽ ഇവരെക്കാട്ടിലും തറയായി പോകും നമ്മൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡിൽ നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ജീവമാതയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, അത് കൃത്യമായി ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ട്, നമുക്ക് നല്ല മികച്ച പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, ശിശുക്ഷേമ സമിതിയിലെ മികച്ച ആൾക്കാരുണ്ട്, പിന്നെ CWCയിലും മികച്ച ആൾക്കാരുണ്ട്. അപ്പൊ ഇവരൊക്കെ അന്വേഷിക്കട്ടെ എന്താണ് ആ അനാഥാലയത്തിൽ നടക്കുന്നത്. ഈ ഗിരിജ എന്ന് പറയുന്ന ആ ലേഡി, അവർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ, അവിടുത്തെ അന്തേവാസികൾക്ക് പറയാൻ എന്തൊക്കെയാണ് കാര്യങ്ങളുള്ളത്, അതൊക്കെ കേട്ടതിന് ശേഷം മാത്രം ഇങ്ങനെ കൂട്ടമായി ആക്രമിക്കൂ. അല്ലാതെ ഇങ്ങനെ ആക്രമിച്ച് ഒരാളെ പറ്റി പുറത്ത് പരദൂഷണം പറഞ്ഞ് വ്യൂസ് ഉണ്ടാക്കുന്നതിന് നല്ലത് മാന്യമായി പണിക്ക് പോയി ജീവിക്കുന്നതാണ്.